വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 months അടുത്തെന്തോ ആയി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ കുറച്ച് ബിസിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലി പിന്നെ എക്സാംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ലൈഫിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായ ഹാപ്പനിങ്സോ കാര്യങ്ങളൊന്നും ലൈഫിൽ അങ്ങനെ നടക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഒരു സെയിം റുട്ടീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു മടുപ്പ്, ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട്. പക്ഷെ ട്രിപ്പ് പോകാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാം ഒക്കെ വരാണ്, അപ്പോൾ ട്രിപ്പൊന്നും പോകാൻ പറ്റണില്ല. അപ്പോൾ ഒരു മടുപ്പിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർത്തു എന്താ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം എന്നുള്ളത് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് 8:45 ട്രാം ഉണ്ട്. അപ്പോൾ കാരണം ഇന്ന് ഞാൻ ട്രാം കയറിയിട്ട് രാവിലെ തന്നെ ഞാൻ ലിജി ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണേ. കാരണം ഞങ്ങൾക്ക് എക്സാം വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ വർക്കിന് പോകും. 8:30 കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആവട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റെഡി ആവാനായിട്ട് പോവാണ്. ഞാൻ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആദ്യം തന്നെ ഇടും. ഇന്നാണെങ്കിൽ പൊതുവേ ഇപ്പോൾ ജർമ്മനിയിൽ ഭയങ്കര സമ്മർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ അല്ല. ഇവിടുത്തെ വെയിലൊരു വെള്ള വെയിലാണ്. നമുക്ക് കണ്ണുപോലും തുറക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ളൊരു വെയിലാണ്. പിന്നെ പെട്ടെന്ന് ടാനടിക്കും. നമ്മൾ അത്ര വെയിലാണ്, നമുക്ക് ഭയങ്കര ചൂടുമാണ്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താ വെയിലങ്ങനെ ഇല്ല. ഇന്ന് തണുപ്പ്, ഞാൻ നോക്കിയപ്പോൾ ഇന്ന് മഴയൊക്കെ. അതാണ് നമുക്ക് ജർമ്മനിയിലെ വെതർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇന്നിപ്പോൾ തണുപ്പാണെങ്കിൽ നാളെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും തണുപ്പാണ്. അപ്പോൾ ഞാൻ തണുപ്പത്തിടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ഔട്ട്ഫിറ്റാണ് ഇന്ന് ഇടുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ സമ്മർ ഔട്ട്ഫിറ്റ് ആണ് ഇടാറ്. കാരണം ഇന്നിപ്പോൾ ലിജി ചേച്ചിയുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടേ ജോലിയും കൂടി ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇന്ന് വന്നത്. സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇത് സൺസ്ക്രീനാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. സൺസ്ക്രീൻ ഇങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് വെയിൽ വരും ഭയങ്കരമായിട്ടേ. വെയിൽ വന്നാൽ നമ്മൾ മറ്റൊരുമാതിരി കരിഞ്ഞു പോണ അവസ്ഥയാണ്. ഭയങ്കര നല്ല വെയിലാണ്. റൂമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാം വന്നിട്ട് വേണം ഒന്ന് ക്ലീൻ ആക്കാൻ. കാരണം ഇപ്പോൾ എല്ലാ ദിവസവും സെയിം റുട്ടീനായിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും, കുക്ക് ചെയ്യണം. അങ്ങനെ ഇതൊക്കെയാണ് ഒരു സ്റ്റുഡൻറ് ലൈഫ്. എന്ത് ചെയ്യാൻ, ഈ എക്സാമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വേണമെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പഠിത്തവും എക്സാം, എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ നടക്കാറുള്ളത്. ആ ഒരു ലൈഫാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ തന്നെ, അല്ലെങ്കിൽ പൊതുവെ രാവിലെ എനിക്കറിഞ്ഞൂടെ ഒരു നെഗറ്റീവൊക്കെ ഇടയ്ക്ക് അടിക്കാറുണ്ട്, സ്വാഭാവികം. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം നമുക്ക് സംസാരിക്കണത് എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം എന്നുള്ളൊരു ഇതെനിക്ക് കിട്ടുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ് സത്യം പറഞ്ഞാൽ. ഇവിടെ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഡോമിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ഭയങ്കര കുറവാണ്. ഇന്ത്യൻസ് ഇല്ല സത്യം. ഇന്ത്യൻസ് ഉണ്ട്. എൻ്റെ ഫ്ലോറിൽ ഇന്ത്യൻസ് എന്തായാലും ഇല്ല. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ്. എൻ്റെ ഫ്ലോറിൽ ഇന്ത്യൻസ് ഒന്നുമില്ല. ഫുള്ള് വേറെ കൺട്രീസിലുള്ള ആൾക്കാരാണ്. ഒന്നാലോചിച്ചാൽ നല്ലതുമാണ്, പക്ഷെ ഒന്നാലോചിച്ചാൽ അത് അത്ര നല്ലതുമല്ല. നമുക്ക് അവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ നാട്ടിലിങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു വൈബൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം ഓക്കെ, കണ്ണെഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, എൻ്റെ മെയിൻ ഒരു ഫുഡാണ്. ഇപ്പം എല്ലാ ദിവസത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഇത് കണ്ടോ, അയ്യോ അടിയിൽ പോയി. പൊതുവെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഓട്സും മില്ലറ്റ്സും പിന്നെ ഡേറ്റ്സും ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കും. രാത്രി എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി രാവിലെ കഴിക്കും. അപ്പോൾ ഇത് നാട്ടിൽ ഓട്സ് ഞാൻ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. നാട്ടിൽ ഞാൻ മൈൻഡ് ഒന്നും ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവണം. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. ഒട്ടും എല്ലാ ദിവസവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ. ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച്, ബ്രെഡ് ഓംലെറ്റ്.
ഇത് ഇവന്മാരാണ് എൻ്റെ ഒരു കൂട്ടട്ടിപ്പം. സത്യം പറഞ്ഞാൽ നാട്ടിൽ അച്ഛൻ ഭയങ്കര ചെടിയുടെ ആളാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചെടി നോക്കാനൊക്കെ. അങ്ങനെ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിൽ ഞാൻ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാത്ത ഒരാളാണ് ചെടിക്ക്. അച്ഛൻ പറഞ്ഞാൽ തന്നെ ഞാൻ മറന്നു പോകാറുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവന്മാരൊക്കെയാണ് എൻ്റെ ഒരു കൂട്ട്. ഇവനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഫെർഷങ്കൻ കിട്ടിയതാണ്. ഫെർഷങ്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും. ചിലപ്പം നല്ലതും ഉണ്ടാവും. ഇവർ വീടൊക്കെ മാറിപ്പോകുമ്പം ഈ സാധനം നമുക്ക് ഇങ്ങനെ ഡംപ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ ഇതുപോലെ ഫെർഷങ്കൻ എന്നുള്ള ആപ്പിലിടും. നമുക്ക് എന്നിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് പോയി സാധനങ്ങൾ എടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സെറ്റ് തൊട്ട് TV വരെയൊക്കെ കിട്ടും. മുടിയുടെ ടെക്സ്ചറൊക്കെ ഇവിടെ വന്നപ്പോൾ മാറി. ഇനി കുളിക്കാനിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. മെയിൻ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറും. കണ്ടാ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുമ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞൂടാ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഗേൾസിന്. ഞാൻ എല്ലാം മിക്സൊക്കെ ചെയ്താണ് ഇടാറേ. കണ്ടോ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഗ്ലോ വരും. എന്തായാലും തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഞാൻ വിന്ററിൽ ഇട്ടിരുന്ന വലിയ ജാക്കറ്റ് എന്നൊന്നും പറയാനില്ല, ഒരു സംഭവം. അല്ലെങ്കിൽ ഞാൻ തന്നെ പെടും. പറ്റാത്ത ഒരാളാണ്. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാനേ തണുപ്പ് എനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് ഫാസ്റ്റ് ആവണം നമ്മൾ. കാരണം നമ്മൾ ലേറ്റായി. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ബാഗില് തൊപ്പി സ്ഥിരമായിട്ട് എടുക്കുന്ന സാധനമാണ് ഞാനിപ്പം. തൊപ്പി, സൺഗ്ലാസ്, ഇത് പഠിക്കാൻ പോകാനുള്ള ബുക്സ്. ട്രാം എന്തായാലും പോയി. ഇനി എപ്പോഴാണ് ട്രാം എന്ന് ഞാൻ നോക്കട്ടെ. നമ്മുടെ മുന്നിലുള്ളത് ഒരു 2 hours എന്തോ ആണ്. 2 hours നമുക്ക് പഠിക്കാൻ പറ്റും. 2 hours പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോകണം. എവിടെ? ജോലിക്ക് പോകണം. ജോലിയിൽ നിന്ന് എനിക്ക് ഈവനിങ് വരെ ഉണ്ട്. സ്പ്രേ അത് മുഖ്യമാണ്. എൻ്റെ തീരാറായി. നല്ല സ്മെല്ലുള്ളൊരു സ്പ്രേ ആയിരുന്നു, വാങ്ങിക്കണം. പക്ഷെ മുടി കെട്ടണോ മുടി അഴിക്കണോ എന്നുള്ള ജോലിക്ക് പോവാണല്ലോ. കെട്ടിയൊക്കെ വെച്ചിട്ട് പോവാം. നമുക്ക് ഇറങ്ങാം. ഇതാണ് എൻ്റെ ഡോം. നമ്മൾ കീ ലോക്ക് ചെയ്തിട്ട് വേണം റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട്. നമ്മൾ ഈ കീ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. മിസ്സാക്കാൻ നമ്മൾ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. യെസ്, ഇന്നത്തെ ഒരു എനർജി ദിവസമായിരിക്കട്ടെ. മഴയാണോ? ഒരു ഭയങ്കര ഇരുണ്ട ക്ലൈമറ്റ് ഇട്ടാണ് നമുക്ക്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഡോം. ഇതാണ് നമ്മുടെ ട്രാം സ്റ്റോപ്പ്. ട്രാം വരും ഇവിടെ നിന്ന്. ഞാൻ ട്രാമിൽ കയറി പോകും. ഇവിടെ ട്രാമുകൾ എപ്പോൾ വരും എന്നുള്ള ടൈം എഴുതിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തോട്ട് പോകാനുള്ള ഡയറക്ഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പല ട്രാമുകളുണ്ട് ഇവിടെ. ചുമ്മാ ഹലോ കടക്കങ്ങട. ദേ നമുക്ക് ആതിര ചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. ചേച്ചി നമ്മുടെ വ്ളോഗിൽ ആദ്യമല്ലേ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരണ്യന്റെ ബർത്ത്ഡേക്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ കുറെ നാൾ മുമ്പാണ്. പിന്നെ ഇപ്പൊ ഞാൻ 2-3 മാസമായി വലിയ വ്ളോഗൊക്കെ എടുത്തിട്ട്. ബിസിയാണ് ചേച്ചി. എല്ലാരും ബിസിയാണ്. ഇവിടത്തെ ഒരു പ്രത്യേകത അതാണ്. എങ്ങനെയുണ്ട് ചേച്ചി ജർമ്മനിയിൽ വന്നിട്ട്? ശരിക്കും ജർമ്മനിയിൽ വന്നിട്ട് നല്ലതാണ്. എനിക്ക് ജർമ്മനിയിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര പോസിറ്റീവ് എനർജി കാര്യമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഉണ്ടോന്ന് നമുക്കറിയില്ല. ഇതുവരെ കണ്ടത് 3 മാസമായില്ല വന്നിട്ട്. എല്ലാം നല്ലൊരു വൈബായിട്ട് പോരും. അത് റെഡിയാക്കാം. വരുമല്ലോ ഇപ്പൊ തന്നെ. കുറച്ചാൾ നമ്മളൊക്കെ ചേട്ടനും പിള്ളേരൊക്കെ വരും. നല്ല മഴക്കാറൊക്കെ. വാ നമുക്ക് നടക്കാം. കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന്. നമ്മൾ പഠിക്കാൻ പോയിരുന്നല്ലേ.
ഫുൾ എനർജിയാണ്. അങ്ങനെ ലിജി ചേച്ചിയുടെ വീട്ടിലെത്തി. ഇതാണ് ലിജി ചേച്ചി. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ജർമ്മനിയിൽ വന്നിട്ട്? നമ്മൾ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ജർമ്മനി വന്നിട്ട് അടിപൊളിയാണ്. പിന്നെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആണോ? അഡ്ജസ്റ്റ് ആയല്ലേ? ഇപ്പൊ എക്സാം വരാണ്, അപ്പൊ നമ്മളിങ്ങനെ പഠിക്കാനുള്ളൊരു മൈൻഡിലാണ് അല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയൊക്കെയോ നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ബസ് കയറാനായിട്ട് നിൽക്കുകയാണ്. വർക്കിന് പോകണം. ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ വർക്കിലോട്ട്. അപ്പം മഴ ദിവസം വരുമ്പോൾ തന്നെ ആരുമില്ല. ഇതാണ് നമ്മുടെ കട. എന്തായാലും തിരക്കുറവായിരിക്കും. ഇവിടെ സർവീസിലാണ് എൻ്റെ ജോലി. നമ്മളിപ്പോൾ പണിയുടെ ഇടയിലാണ്. ഒരു തിരക്കൊന്നുമില്ല. KP നോക്കൂ. അഖില, ആദിത്യ നോക്കടി. അയ്യോ വന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു പണിയുമില്ല. അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണി കഴിഞ്ഞു. ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലെത്തി. ഇനി ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു എൻഡിലോട്ട് വന്നേക്കാണ്. ഇപ്പോൾ ടൈം എന്നുള്ളത് രാത്രി ഒരു 10 മണി ആയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ബാക്കി ഞാൻ വീഡിയോ പിന്നെ അങ്ങനെ എടുത്തില്ല. കുറച്ച് ഇരുന്ന് പഠിച്ചു. കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്ന്. ഇനിയിപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ കിടന്നുറങ്ങും. ഭയങ്കര 2 ദിവസമായിട്ട് ഭയങ്കര ടയേർഡ് പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ എനർജി മൊത്തം ഡൗൺ ആണ്. മിക്കവാറും എനിക്ക് കിടന്നുറങ്ങും. അപ്പോൾ ഞാനൊരു എൻഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.